ട്രാൻസാക്ഷൻ ട്രാഷ്. സെയിൽസ്, പർച്ചേസ്, റിട്ടേണുകൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് എഡിറ്റോ, ക്യാൻസലോ, ഡെലീറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു റിപ്പോർട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേറ്റർ ആയി ലോഗിൻ ചെയ്താൽ മാത്രമാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കാണാൻ കഴിയൂ. റിപ്പോർട്ടിലെ അതർ റിപ്പോർട്ടിൽ ട്രാൻസാക്ഷൻ ട്രാഷ് എന്ന റിപ്പോർട്ട് എടുക്കുക. ഇതിലെ ആദ്യത്തെ ഡ്രോപ്പ് ഡൗണിൽ സെയിൽ ആണോ പർച്ചേസ് ആണോ എന്നും രണ്ടാമത്തെ ഡ്രോപ്പ് ഡൗണിൽ എഡിറ്റ് ചെയ്തതാണോ ക്യാൻസൽ ചെയ്തതാണോ കാണേണ്ടത് എന്ന് സെലക്ട് ചെയ്യാം. പിന്നെ തീയതികൾ സെലക്ട് ചെയ്യാം. ഇനി ഷോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബില്ലുകളുടെ സീരീസ്, നമ്പർ, എത്ര തവണ എഡിറ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ കാണാം. ഒരു നമ്പറിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓരോ തവണയും എഡിറ്റ് ചെയ്തതിന്റെ വിവരങ്ങൾ, അതായത് എഡിറ്റ് ചെയ്ത തീയതിയും സമയവും, ആരാണ് എഡിറ്റ് ചെയ്തത്, ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് എഡിറ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ വരും. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ബില്ലിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഐറ്റം, അതിന്റെ പ്രൈസ്, എണ്ണം, ഡിസ്കൗണ്ട് തുടങ്ങിയ വിവരങ്ങൾ താഴെ കാണാൻ പറ്റും. ഈ വിവരങ്ങൾ എല്ലാം എഡിറ്റ് ചെയ്യുന്ന സമയത്തുള്ളവയാണ്. ബില്ലിലെ ഇപ്പോൾ നിലവിലുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ ആ ബില്ല് ഓപ്പൺ ചെയ്തു നോക്കണം.